പണ്ട് കാലത്തുള്ളവരുടെ ഒരു വികാരമാണ് കോഴി കുമ്പളങ്ങയും ചേർത്തിട്ടുള്ള കറി. നമുക്ക് അങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ കുമ്പളങ്ങ, ഒരു മീഡിയം വലുപ്പത്തിലുള്ള കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പച്ചമുളക് 2 എടുത്തിട്ട് നടു കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുമ്പളങ്ങ കുക്കറിലിട്ട് വേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള കുമ്പളങ്ങ കുക്കറിൽ ഇട്ടിട്ട് അതിൽ ഒരു 1/4 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് ഞാനിവിടെ തിരക്കുന്നത്. ടേസ്റ്റ് കൂടാൻ കുറച്ച് നല്ലതാണ്, പണ്ടത്തെ വെപ്പല്ലേ. അപ്പോൾ നമുക്ക് കല്ലുപ്പാക്കാം. കല്ലുപ്പ് ഇട്ടിട്ട് അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത്. നാടൻ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് ഈ നേരത്തെ കീറി വെച്ചിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകും ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുമ്പളങ്ങയുടെ വേവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന കുമ്പളങ്ങയ്ക്ക് അനുസരിച്ചാണ്. നല്ല മൂത്ത കുമ്പളങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിലും 3 വിസിലൊക്കെ വേണ്ടി വരും. അല്ല ചള്ളു കുമ്പളങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വിസിലിൽ തന്നെ വെന്ത് കിട്ടും. കാരണം കുറേ വേവിക്കേണ്ട ആവശ്യമില്ല, നമ്മളതിന് ശേഷം ചിക്കൻ ഇട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 കിലോൻ്റെ അടുത്ത് വലുപ്പം വരുന്ന ചിക്കനാണ് കേട്ടോ. അപ്പോൾ ആ ചിക്കൻ കഴുകി കറുക്കട്ടായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കഴുകി കുറച്ച് നെയ്യുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ, കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് കുമ്പളങ്ങ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ചിക്കനെ കഴുകി വാര വയ്ക്കാം. അതേ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല മഞ്ഞ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓവർ വേവ് ഒന്നും ആയിട്ടില്ല, ആവശ്യത്തിനുള്ള വേവായിട്ടുള്ളൂ. ഇനി ഇത് ചിക്കൻ്റെ കൂടിയും കിടന്നിട്ട് വേവാനുള്ളതായതുകൊണ്ട് നമ്മൾ ഒറ്റ വിസിലെടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് ചള്ളു കുമ്പളങ്ങയായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനെ ചേർത്തു. ചിക്കൻ ചേർത്തിട്ട് കുറേശ്ശെ നമ്മൾ വാരിയിട്ടിരിക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു തിങ്ങൽ സ്ഥലക്കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ കുക്കർ എടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ കുക്കറിൻ്റെ വലിപ്പം കൂടുതലനുസരിച്ചിട്ട് വേവാനുള്ള സമയം കുറച്ചും കൂടുതൽ വ്യത്യാസം വരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും 1/4 ടീസ്പൂണോളം കല്ലുപ്പ് തന്നെ ചേർത്തിരിക്കുന്നു. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ശേഷം നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. മുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂണോളമാണ് കേട്ടോ. നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് വീണ്ടും. അപ്പോൾ അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എരിവിനനുസരിച്ച് വ്യത്യാസം വരും ഓരോരുത്തരുടെയും ഉപയോഗിക്കുന്ന മുളക് പൊടിക്കനുസരിച്ച്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി 1/2 ടേബിൾ സ്പൂണോളം വേണ്ടി വന്നുള്ളൂ. ഞാൻ ഇതിന് ശേഷം വീണ്ടും മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേവിക്കാൻ വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. അപ്പം ഇവിടെ ഇപ്പം ഞാൻ ചെറിയൊരു കുക്കർ ആയതുകൊണ്ട് ഞാൻ കുക്കർ അടച്ചിട്ടൊന്ന് കുലുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് കുക്കറിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുക്കറിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുമ്പളങ്ങേനെയും ചിക്കനെയും ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം കൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സാധാരണ കുമ്പളങ്ങയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങും, അതുപോലെ തന്നെ ചിക്കൻ എന്നുള്ള വെള്ളം ഇറങ്ങും. എന്നാലും ഞാനൊരു 1/4 ഗ്ലാസ്, എനിക്ക് ഇത്തിരി ചാറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു വലിയ സബോള കനം കുറച്ച് അരിഞ്ഞ് വയ്ക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും നമുക്ക് എടുക്കാം. ഈ പ്രാവശ്യത്തെ കറിവേപ്പില നാടനാണെങ്കിലും കൂടി ഒന്ന് വാടിപ്പോയിട്ടുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മളത് ചേർത്തു. നിങ്ങൾ നല്ല ഫ്രഷ് കിട്ടുകയാണെങ്കിൽ അത് ചേർത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു 8-9 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചതച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കനെല്ലാം വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചൊരു മസാല കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ വിസിലടിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഭാഗമായിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്, അത്യാവശ്യം നെയ്യുള്ള ചിക്കനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നെയ്യിൻ്റെ അംശം കാണാം നമുക്ക്. കുമ്പളങ്ങ ആണെങ്കിൽ കഷ്ണങ്ങളായിട്ട് കാണുന്നില്ലേ, പക്ഷേ കുമ്പളങ്ങ നന്നായി ഉടച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അത് ഇനിയും വേവാനുള്ളതാണ്. നമ്മളത് ചീഞ്ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ചീഞ്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഇത് തേങ്ങാപ്പാൽ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ തമ്പനയിൽ. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ല കുറുകി എടുക്കണം നമുക്ക്. അതായത് നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് നൂലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് കുറുക്കുന്നില്ല, എന്നാലും കുറച്ചൊരു ലൂസ് ചാറിലാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മുടെ വീട്ടിലുള്ളവരുടെ ടേസ്റ്റിനനുസരിച്ചല്ല നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ പലരും പല ടേസ്റ്റുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെ ടേസ്റ്റുള്ളവരുടെ അനുസരിച്ചിട്ട് വേണം നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്താണ്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ചാറ് കൂടുതൽ വേണ്ടവരായിരിക്കും, ചിലർക്ക് അധികം ചാറ് വേണ്ടി വരില്ല, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആളുകൾ എണ്ണം കുറവായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരുടെ
വളരെ കൂടുതലുള്ളവരായിരിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ വീടുകളിൽ കറി ഉണ്ടാക്കുക. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കുട്ടികളും ഞങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പോൾ വല്ലാതെ തിക്ക് ഗ്രേവിയിൽ ഉണ്ടാക്കൽ കുറവാണ്. എന്നാൽ കുറച്ചൊരു ലൂസോട് കൂടി, എന്നാൽ വല്ലാതെ കൂടുതൽ ചാറാക്കിയിട്ട് ഉണ്ടാക്കാറില്ല. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള സബോളയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പരമാവധി ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. കാരണം അത് ഒരു സൈഡ് മാത്രം മുരിഞ്ഞ് വരിക, ഒരു സൈഡ് മാത്രം കരിഞ്ഞ് വരിക, അങ്ങനത്തെ അവസ്ഥ വരത്തിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റായിട്ടോ ക്രഷ് ചെയ്ത് വെച്ചതാണോ എന്താണോ അത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കരിഞ്ഞു പോകാതെയും അടി പിടിക്കാതെയും നോക്കണം, നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പരമാവധി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം, നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഉള്ളി നന്നായി മൂത്തു, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഏകദേശം ഒരു 1.25 ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഓരോ പൊടികളും ചേർക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പരമാവധി നന്നായി മിക്സ് ചെയ്ത് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ, ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി മൂത്ത് വരാനായിട്ട് കരിയാത്ത രീതിയിൽ. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കാം. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തീ കുറച്ച് വയ്ക്കേണ്ട കാര്യം മറക്കരുത്. തീ കുറച്ച് വെച്ച് നന്നായി മൂത്ത് വരുന്നതിന് ശേഷം നമുക്കതിലേക്ക് ഗരം മസാലപ്പൊടി, ഞാൻ വീട്ടിൽ തന്നെ നമ്മളിവിടെ പൊടിക്കുന്നത് കേട്ടോ, നമ്മുടെ ഷോപ്പിൽ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗരം മസാല നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഗരം മസാലപ്പൊടി അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പരമാവധി വീട്ടിൽ പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ നന്നായിട്ട് പൊടിക്കുന്നവർ, നല്ല ഇതായിട്ട് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഗരം മസാലപ്പൊടി നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് തേങ്ങ ചിരകി പാലെടുത്തത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരകി പാൽ ആദ്യം നമുക്ക് റെഡിയാക്കി വെക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തനിപ്പാൽ അല്ലെങ്കിൽ 1-ാം പാലെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാലെടുത്ത് വെക്കുന്നു. പിന്നീട് നമ്മൾ വീണ്ടും ആ പാൽ മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ബാക്കി ആ തേങ്ങയിലേക്ക് തന്നെ നമ്മൾ ഒരു 3/4 ഗ്ലാസോളം അല്ലെങ്കിൽ 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. 2-ാം പാല് ഞാനിവിടെ 3-ാം പാല് ചേർക്കുന്നില്ല. 2-ാം പാലും തനിപ്പാൽ അല്ലെങ്കിൽ 1-ാം പാലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂത്ത് വന്നിട്ടുള്ള പൊടികളിലേക്ക് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കനെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ല തള വന്ന് ആ ചാറിനെയൊക്കെ ഒന്ന് വറ്റി കുറുകി വരുന്ന വരത്തേക്ക് ഒന്ന് തീ ഒന്ന് മീഡിയം തൊട്ട് ഹൈ എന്നുള്ള രീതിയിലിട്ടിട്ട് ഞാൻ തിളപ്പിച്ച് നന്നായി വറ്റിച്ചെടുത്തു കേട്ടോ. അതിലേക്ക് 2-ാം പാല് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2-ാം പാല് കുറച്ച് ലൂസായിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഒരു ലൂസായിട്ടുള്ള 2-ാം പാല് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ 3 കിലോ കോഴിയിലേക്ക് വേണ്ടിയിട്ട്. കാരണം നമുക്ക് കുറച്ച് ചാറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, മാത്രമല്ല ചാറിന് കുറച്ചൊരു കട്ടിയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ടുള്ള 2-ാം പാൽ ഒഴിച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം അത് നന്നായി വറ്റി കുറുകി വന്നതിന് ശേഷമാണ് ഞാൻ 1-ാം പാൽ ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കിത് തിളച്ച് വരുന്ന നേരത്തെ ഇനി ഉടയാത്ത കുമ്പളങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കുമ്പളങ്ങയാണെന്ന് കാണുമ്പോൾ അത് മാറ്റിയിടാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ അത് നന്നായി അതിൽ ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, ഒപ്പം തന്നെ കുട്ടികളത് കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ കുമ്പളങ്ങ അതിൽ ഉടച്ച് ചേർത്തതിന് ശേഷം നമ്മൾ എല്ലാം സെറ്റായതിന് ശേഷമാണ് 1-ാം പാൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്യുള്ള കാരണം കറിയുടെ മേലെ അങ്ങനെ നെയ്യിൻ്റെ അംശം നന്നായിട്ട് ആ കോഴിയിൽ നെയ്യുള്ളതുകൊണ്ട് നന്നായി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് 1-ാം പാൽ ഒഴിച്ച് ഒരുവിധം തള വരുമ്പോൾ നമ്മൾ
അതിലേക്ക് നമുക്ക് വേണ്ട മല്ലിയില, താല്പര്യമുള്ളവർക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില തൂവിയിട്ട് നമ്മളത് ഓഫ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഇരുന്നതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ലൂസായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇത് കുറച്ച് നേരം ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ്, അതായത് ഒരു മീഡിയം ചൂടിലേക്ക് എത്തുമ്പോൾ, നല്ല ചൂടല്ല, ഇപ്പോൾ ഈ തിളച്ചതിൻ്റെതായിട്ടുള്ള നല്ല ചൂടല്ല, ഒരു മീഡിയം ചൂടിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചിരുന്നതിന് ശേഷം ഉപയോഗിക്കണം. ഈ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്ന കറികൾക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റിനുള്ള കറി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒപ്പം കോഴിയും കുമ്പളങ്ങയും കൂടിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ പണ്ട് ഒരു കുമ്പളങ്ങയാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ചപ്പാത്തിക്കാണെങ്കിലും അതുപോലെ തന്നെ നൂലപ്പത്തിനൊക്കെ ആണെങ്കിലും ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് 1 പാൽ ഒഴിച്ച് നമ്മുടെ കറി ഒരുവിധം തള വരാറായപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിയില ചേർക്കുകയാണ് ചെയ്തത് കേട്ടോ. മല്ലിയില കൂടുതൽ ചേർത്ത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അതല്ല കുറച്ച് മതി എന്നാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാം. ഇനി ചേർത്തില്ലെങ്കിലും അത് പ്രോബ്ലം ഇല്ല, അതിൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി കോഴിയും കുമ്പളങ്ങയും ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലും ചേർത്തിട്ടുള്ള നല്ല കറിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെന്നുള്ളത് നമ്മളെ അറിയിക്കണം. നമ്മളിവിടെ നൂലപ്പത്തിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നൂലപ്പം നമ്മൾ വാഴയിലയിൽ ഉണ്ടാക്കിയിട്ടുള്ള നൂലപ്പമാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ഒരു ടേസ്റ്റിങ് ഉണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ വാഴയിലയിൽ ഉണ്ടാക്കിയിട്ടുള്ള നൂലപ്പം, അതിൻ്റെ കൂടെ കോഴിയും കുമ്പളങ്ങയാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോമ്പിനേഷനിൽ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം. ഇതേപോലെ കുമ്പളങ്ങ ചേർത്തിട്ട് ഇത് നാടൻ കോഴിയിലും ചെയ്യാം, നമ്മൾ സാധാരണ വാങ്ങുന്ന കോഴിയിലും ചെയ്യാം. നാടൻ കോഴിയിലാകുമ്പോൾ മാംസത്തിൻ്റെ അളവ് കുറവായിരിക്കുന്നു മാത്രം. പക്ഷേ രണ്ടിൽ ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. ഇതേപോലെ നാടൻ കോഴിയിലാകുമ്പോൾ എക്സ്ട്രാ വേവിക്കണം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്